നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയുന്നത് പലർക്കും നല്ല ഒരു അനുഭവം, നല്ല ഫലം ലഭിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്തെന്നാൽ നമ്മുടെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ ഈ പറയുന്ന പോലെ നിങ്ങൾ ഭജിക്കണം. ഇങ്ങനെ ഭജിച്ചാൽ നമ്മുടെ ഏതൊരാഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധിച്ചു കിട്ടും. ധനസമൃദ്ധി, ഐശ്വര്യവർദ്ധനവ്, ബുദ്ധി വികസനം, പഠനം, ശസ്ത്രരക്ഷ ഇവയ്ക്ക് നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടായി വരും. അതിന് നാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ ജാതകം നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ നീലമഷി കൊണ്ടോ ചുവന്ന മഷി കൊണ്ടോ എഴുതി വരയ്ക്കുക. ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെ എല്ലാം അതുപോലെ തന്നെ എഴുതുക. അതിനുശേഷം സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങളുണ്ടാവും. പല മന്ത്രങ്ങളുണ്ട്. ഷഷ്ടികവചം, അങ്ങനെ പല സ്തോത്രങ്ങളുണ്ട്. ആ സ്തോത്രങ്ങളും ജപിക്കണം. ഈ ജാതകം വരയ്ക്കേണ്ട പ്രാധാന്യം വെച്ചാൽ ഈ ജാതകത്തിൽ ചന്ദ്രനും കുജനും ഒരുമിച്ച് വരുന്നു. അതായത് ചന്ദ്രമംഗള യോഗമുണ്ട്. അതുകൊണ്ട് ഈ ജാതകത്തെ നമ്മൾ പൂജിക്കുക, ധ്യാനിക്കുക, വന്ദിക്കുക ഇങ്ങനെ ചെയ്യണം. ഇവ ഇങ്ങനെ ചെയ്താൽ ജ്യോതിഷ പഠന മേഖലയിൽ ആണെങ്കിൽ നിങ്ങൾ ആ ജ്യോതിഷ പഠനത്തിൽ നിങ്ങൾക്ക് വളരെയധികം മികവ് പുലർത്താൻ സാധിക്കും. അതുകൂടാതെ ഏതൊരു പ്രവൃത്തി മേഖലയിലായാലും ശരി, ആ പ്രവൃത്തി മേഖലയിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാനും സാധിക്കും. അതുകൂടാതെ നമ്മൾ എന്താണോ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആ ആഗ്രഹം ഭഗവാന്റെ അനുഗ്രഹിക്കുക നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇത് പൂജിക്കാനും ധ്യാനിക്കാനൊക്കെ സാധിക്കാത്തവർ, സാധാരണ ജനങ്ങൾ ഈ ജാതകം വരച്ചിട്ട് വെള്ളപ്പേപ്പറിലോ നീലമഷി കൊണ്ട് എഴുതുക, അല്ലെങ്കിൽ ചുമല മഷി കൊണ്ട് എഴുതുക. എന്നിട്ട് ആ ജാതകത്തെ തൊട്ട് ഭഗവാന്റെ ഏതെങ്കിലും സ്തോത്രമോ മന്ത്രമോ ജപിക്കണം. ഇങ്ങനെ അത് ഷഷ്ടി ദിവസം തൊട്ട് തുടങ്ങിയാണെങ്കിൽ ഏറ്റവും നല്ലത്. എല്ലാ ചൊവ്വാഴ്ചയും ജപിക്കാം, എല്ലാ ദിവസവും ജപിക്കാം. ഇങ്ങനെ ചെയ്തു പോകുന്നാൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേഗം ലഭിക്കും. അപ്പോൾ ഈ പറയുന്ന മന്ത്രം നിങ്ങളും ജപിക്കുക. ഇത് ശക്തിമത്തായ ഒരു മന്ത്രമാണ്. ഈ പറയുന്ന മന്ത്രം ഈ ജാതകത്തെ തൊട്ട് സാധാരണക്കാർ ജപിച്ചാൽ നമുക്ക് വേഗം ഫലം ലഭിക്കും. ഒരു സംശയമില്ല. നിങ്ങൾ എന്താകണോ ആഗ്രഹിച്ച് ആ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഓം ഷൺമുഖായ നമ. ഓം മയൂരവാഹനായ നമ. ഓം മഹീദേവായ നമ. ഓം ഗന്ധശൈലാദിവാസായ നമ. ഓം ഗുഹായ നമ. ഓം സ്കന്ദായ നമ. ഓം സുവർണഭൂഷായ നമ. ഓം കാർത്തികേയായ നമ. ഓം ഷഠാനനായ നമ. ഓം ഗണേശനുജായ നമ. ഓം വിഷ്ണുപ്രിയായ നമ. ഓം മാർഗായ നമ. ഈ നാമമന്ത്രമാണ് ജപിക്കേണ്ടത്. നിങ്ങൾക്ക് വേറെ മന്ത്രം അറിയാമെങ്കിൽ ആ മന്ത്രവും ജപിക്കുക. ഈ മന്ത്രജപം ഏറ്റവും ഫലവത്താണ്, ശക്തിമത്തായ ഒരു മന്ത്രമാണ്, നാമമന്ത്രമാണിത്. ഇത് ഭക്തിയോടും വിശ്വാസത്തോടും ജപിച്ചാലും മതി. നിങ്ങളുടെ ഏതാഗ്രഹവും ഭഗവാൻ നടത്തിത്തരും. ഇതിന് പ്രത്യേക പൂജകളും കർമ്മങ്ങളും വേണ്ട. നിങ്ങൾ വിശ്വാസപൂർവ്വം ഇത് ചെയ്യുക. പ്രത്യേക ആവശ്യങ്ങൾക്ക്, അതായത് നമ്മൾ ഏതൊരു കാര്യത്തിലായാലും പോകുമ്പോൾ ഈ ജാതകത്തിൽ നമ്മൾ കൈതൊട്ട് ഭഗവാന്റെ ഏത് മന്ത്രമായാലും സ്തോത്രമായാലും ജപിച്ച് നിങ്ങൾ ഏത് കാര്യത്തിന് പോയാലും ആ കാര്യം നിങ്ങൾക്ക് സുനിശ്ചിതമായും വിജയിക്കും. കാര്യം സാധിക്കുക തന്നെ ചെയ്യും. ഏത് കാര്യത്തിൽ പോയാൽ, ബാങ്ക് ലോണിൻ്റെ കാര്യത്തിലായാലും, ജോലിയുടെ കാര്യത്തിലായാലും, വിവാഹ ആലോചനയുടെ കാര്യത്തിലായാലും, എന്ത് കാര്യത്തിലായാലും ഈ പറയുന്ന ഈ ജാതകത്തെ തൊട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രമോ കവചമോ ഏത് വേണമെങ്കിലും ജപിക്കാം. തൊട്ട് നിങ്ങൾ പുറപ്പെടുക. നിങ്ങൾ ഏത് കാര്യമായാലും നിങ്ങൾ അത് വിജയിച്ചേ വരുള്ളൂ ഭഗവാന്റെ അനുഗ്രഹത്താൽ. ഇങ്ങനെ ചെയ്യുക, ഭക്തിപൂർവ്വം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു.